ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മിഷൻ PSC. ഞാൻ ശ്രീജാസി സുന്ദർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ LDC 2024 ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സിലബസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, അതുപോലെ തന്നെ ആത്മാർത്ഥമായി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സയൻസിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിത്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് മുഴുവനായി കാണുക, പഠിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. എന്താണ് സാംക്രമിക രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ? രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതുമായിട്ടുള്ള രോഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതുമായിട്ടുള്ള രോഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ. അപ്പോൾ ബാക്ടീരിയയും വൈറസും ഫംഗസും പ്രോട്ടോസോവയൊക്കെ എന്തിന് കാരണമാകുന്നുണ്ട്? സാംക്രമിക രോഗങ്ങൾ പരത്തുന്നതിന് കാരണമാകുന്നുണ്ട്. ഈ സാംക്രമിക രോഗങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, COVID-19. ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, COVID-19. അപ്പോൾ സാംക്രമിക രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതുമായിട്ടുള്ള രോഗങ്ങളെയാണ് സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ. ഇനി സാംക്രമിക രോഗങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, COVID-19. ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് എപ്പോഴാണ്? ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് 1948 ഏപ്രിൽ 7-നാണ്. എപ്പോഴാണ്? 1948 ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് കേട്ടോ. ഈ ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ്. എവിടെയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം? ജനീവയിലാണ്. ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ് ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്? ഏപ്രിൽ 7-നാണ്. ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. രോഗകാരികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പാത്തോജൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രോഗകാരികൾ പാത്തോജൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ്? പാത്തോളജിയാണ് കേട്ടോ. അതുപോലെ ഒരുപാട് പഠനങ്ങളുണ്ട്, അതെല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പാത്തോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ലോകാരോഗ്യ സംഘടന 1948 ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് നിലവിൽ വന്നത്. അതിന്റെ ആസ്ഥാനം ജനീവയിലാണ്. എപ്പോഴാണ് ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്? ഏപ്രിൽ 7-നാണ്. രോഗകാരികൾ അറിയപ്പെടുന്നത് പാത്തോജൻസ് എന്ന പേരിലാണ്. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ്? പാത്തോളജിയാണ്. രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. രോഗങ്ങൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. പ്രധാനമായും 2 തരത്തിലാണ് രോഗങ്ങൾ ഉള്ളത്. ഏതൊക്കെയാണ്? പകരുന്നവയും പകരാത്തവയും. ഏതൊക്കെയാണ്? പകരുന്ന രോഗവും പകരാത്ത രോഗവും. ഇതിൽ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? വൈറസ് രോഗങ്ങൾ, ബാക്ടീരിയ രോഗങ്ങൾ, ഫംഗസ് രോഗങ്ങൾ, പ്രോട്ടോസോവ രോഗങ്ങൾ, വിരരോഗങ്ങൾ. ഏതൊക്കെയാണ്? വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ, വിര മുഖേനയുള്ള രോഗങ്ങളൊക്കെ എന്താണ്? പകരുന്ന രോഗങ്ങളാണ്. ഇനി പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? ജീവിതചര്യ രോഗങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, തൊഴിൽ ജന്യ രോഗങ്ങൾ. ഏതൊക്കെയാണ്? ജീവിതചര്യ രോഗങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, തൊഴിൽ ജന്യ രോഗങ്ങളൊക്കെ എന്താണ്? പകരാത്ത രോഗങ്ങളാണ്. ഇനി നമുക്ക് പകരുന്ന രോഗങ്ങളിലെ ഓരോ രോഗങ്ങളെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വൈറസ് രോഗങ്ങൾ. എന്താണ് വൈറസ് എന്ന് പറഞ്ഞാൽ? പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയുള്ള സൂക്ഷ്മജീവിയാണ് വൈറസ് എന്ന് പറയുന്നത്. എന്താണ് വൈറസ് എന്ന് പറഞ്ഞാൽ? പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയുള്ള സൂക്ഷ്മജീവികളെയാണ് നമ്മൾ വൈറസ് എന്ന് പറയുന്നത്.
കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ഒരു ജീവി വിഭാഗമാണ് വൈറസ് എന്ന കാര്യം ഓർത്തിരിക്കുക കേട്ടോ. കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി വിഭാഗമാണ് വൈറസ് എന്ന് പറയുന്നത്. എന്താണ് കോശ സിദ്ധാന്തം എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി വിഭാഗമാണ് വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയുള്ള സൂക്ഷ്മ ജീവികളാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ്, മീസിൽസ്, യെല്ലോ ഫീവർ, ചിക്കൻ ഗുനിയ, എബോള, സാർസ്, ഇൻഫ്ലുവൻസ, വസൂരി, പോളിയോ, പേവിഷബാധ, ഹെപ്പറ്റൈറ്റിസ്, പക്ഷിപ്പനി, എയ്ഡ്സ്, പന്നിപ്പനി, മുണ്ടിനീര്, ജലദോഷം, അഞ്ചാം പനി, ജപ്പാൻ ജ്വരം, കുരങ്ങുപനി. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പഠിച്ചു വെക്കുക. എപ്പോഴും ചോദിക്കാറുണ്ട്, ഓഡ് വൺ ഔട്ട് പോലെയൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ്, ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണ്, ഫംഗസ് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് വേർതിരിച്ച് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഓരോ രോഗങ്ങളും അവയുടെ രോഗകാരികളും അത് പകരുന്ന രീതിയും എങ്ങനെയാണെന്ന് നോക്കാം. ഡെങ്കിപ്പനി, നമുക്കറിയാം ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ്. ആ ഡെങ്കിപ്പനിക്ക് കാരണമായ രോഗകാരികൾ ഏതൊക്കെയാണ്? ആൽഫ വൈറസ്, ആർബോ വൈറസ്, IgM വൈറസ്. ഏതൊക്കെയാണ്? ആൽഫ വൈറസ്, ആർബോ വൈറസ്, IgM വൈറസ്. ഇനി ഡെങ്കിപ്പനി എങ്ങനെയാണ് പകരുന്നത്? ആ പകരുന്ന രീതി എങ്ങനെയാണ്? കൊതുക് വഴിയാണ് അല്ലെ. നമുക്കറിയാം ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന കൊതുകാണ് നമുക്ക് ഡെങ്കിപ്പനി പരത്തുന്നത്. അപ്പോൾ കൊതുക് വഴി പകരുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി എന്ന കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് കുരങ്ങുപനിയാണ്. കുരങ്ങുപനിക്ക് കാരണമായിട്ടുള്ള രോഗകാരികളാണ് ഫ്ലാവി വൈറസും KFD വൈറസും. ഏതൊക്കെയാണ്? ഫ്ലാവി വൈറസും KFD വൈറസും. ഇനി ഇത് എങ്ങനെയാണ് പകരുന്നത്? കുരങ്ങു വഴിയാണ് കേട്ടോ. കുരങ്ങുപനി കുരങ്ങു വഴിയാണ് പകരുന്നത്. അടുത്ത രോഗം സാർസ് ആണ്. സാർസ് രോഗത്തിന്റെ രോഗകാരി ഏതാണ്? കൊറോണ വൈറസ് ആണ്. കൊറോണ വൈറസ് ആണ് സാർസ് രോഗത്തിന്റെ രോഗകാരി എന്ന് പറയുന്നത്. ഈ സാർസ് രോഗം എങ്ങനെയാണ് പകരുന്നത്? വായുവിലൂടെയാണ് സാർസ് രോഗം പകരുന്നത്. അടുത്തത് പന്നിപ്പനിയാണ്. പന്നിപ്പനിയുടെ രോഗകാരിയാണ് H1N1. അപ്പോൾ പന്നിപ്പനിയുടെ രോഗകാരിയാണ് H1N1 എന്ന് പറയുന്നത്. ഈ പന്നിപ്പനി പകരുന്നത് പന്നി മാംസത്തിലൂടെയൊക്കെയാണ് കേട്ടോ. മാംസത്തിലൂടെയാണ് പന്നിപ്പനി പകരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത് പക്ഷിപ്പനിയാണ്. പക്ഷിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗകാരിയാണ് H5N1 എന്ന് പറയുന്നത്. ഏതാണ്? H5N1 എന്ന് പറയുന്നത്. ഇതും മാംസത്തിലൂടെ പകരുന്ന, പക്ഷി മാംസത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് പക്ഷിപ്പനി എന്ന് പറയുന്നത്. അടുത്തത് പോളിയോ ആണ്. പോളിയോ രോഗത്തിന് കാരണമായിട്ടുള്ള വൈറസ് ഏതാണ്? പോളിയോ വൈറസ് ആണ്. പോളിയോ രോഗത്തിന് കാരണമായിട്ടുള്ള വൈറസ് ഏതാണ്? പോളിയോ വൈറസ് ആണ്. എങ്ങനെയാണ് പകരുന്നത്? മലിനജലത്തിലൂടെയാണ് എന്ത് പകരുന്നത്? പോളിയോ രോഗം പകരുന്നത്. അടുത്ത രോഗം ചിക്കൻ പോക്സ് ആണ്. ചിക്കൻ പോക്സിന് കാരണമായിട്ടുള്ള രോഗകാരിയാണ് വാരിസെല്ലോ സോസ്റ്റർ ആണ്. എന്താണ്? വാരിസെല്ലോ സോസ്റ്റർ ആണ്. ഇതെങ്ങനെയാണ് പകരുന്നത്? വായുവിലൂടെയാണ് പകരുന്നത്. ചിക്കൻ പോക്സ് എങ്ങനെയാണ് പകരുന്നത്? വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ചിക്കൻ പോക്സ് എന്ന് പറയുന്നത്. അടുത്ത രോഗം മുണ്ടിനീരാണ്. മുണ്ടിനീരിന് കാരണമായിട്ടുള്ള രോഗകാരിയാണ് മിക്സോ വൈറസ്. എന്താണ്? മിക്സോ വൈറസ്. ഇതും എങ്ങനെയാണ് പകരുന്നത്? വായുവിലൂടെയാണ് പകരുന്നത്. മുണ്ടിനീര് എങ്ങനെയാണ് പകരുന്നത്? വായുവിലൂടെയാണ് പകരുന്നത്. അടുത്ത രോഗം ക്യാൻസർ ആണ്. ക്യാൻസറും ഒരു വൈറസ് രോഗമാണ്. ക്യാൻസറിന് കാരണമായിട്ടുള്ള വൈറസ് ഏതാണ്? ഓങ്കോ വൈറസ് ആണ്. എന്താണ്? ഓങ്കോ വൈറസ് ആണ്. അടുത്തത് എബോളയാണ്. എബോള രോഗത്തിനു കാരണമായിട്ടുള്ള രോഗകാരിയാണ് എബോള വൈറസ് എന്ന് പറയുന്നത്. എന്താണ്? എബോള വൈറസ് ആണ്. അത് പകരുന്ന രീതി എങ്ങനെയാണ്? വവ്വാലിലൂടെയാണ് കേട്ടോ. വവ്വാലിലൂടെയാണ് ഈ എബോള രോഗം പകരുന്നത്. അടുത്തത് വസൂരിയാണ്. വസൂരിക്ക് കാരണമായിട്ടുള്ള വൈറസ് ആണ് വേരിയോള വൈറസ്. എന്താണ്? വേരിയോള വൈറസ് ആണ് വസൂരി രോഗത്തിന് കാരണം എന്ന് പറയുന്നത്. ഇനി അത് എങ്ങനെയാണ് പകരുന്നത്? വായുവിലൂടെയാണ് പകരുന്നത്. അപ്പോൾ വസൂരി രോഗവും എങ്ങനെയാണ് പകരുന്നത്? വായുവിലൂടെയാണ് പകരുന്നത്. അടുത്ത രോഗം ജലദോഷമാണ്. ജലദോഷവും ഒരു വൈറസ് രോഗമാണ്. ജലദോഷത്തിന് കാരണമായിട്ടുള്ള വൈറസ് ആണ് റീനോ വൈറസ്. എന്താണ്? റീനോ വൈറസ് ആണ് ജലദോഷത്തിന് കാരണം എന്ന് പറയുന്നത്. അതും എങ്ങനെയാണ് പകരുന്നത്? വായുവിലൂടെയാണ് പകരുന്നത്. അപ്പോൾ ജലദോഷവും വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ്. അടുത്ത രോഗം അഞ്ചാം പനിയാണ്. എന്താണ്? അഞ്ചാം പനിയാണ്. അഞ്ചാം പനിക്ക് കാരണമായിട്ടുള്ള വൈറസ് ആണ് റൂബിയോള വൈറസ്. എന്താണ്?
റൂബിയോള വൈറസ് ആണ് 5-ാം പനിക്ക് കാരണമായിട്ടുള്ളത്. അതെങ്ങനെയാണ് പകരുന്നത്? അതും വായുവിലൂടെയാണ് പകരുന്നത്. അപ്പോൾ വസൂരി, ജലദോഷം, 5-ാം പനി ഈ 3 രോഗവും എങ്ങനെയാണ് പകരുന്നത്? വായുവിലൂടെയാണ് പകരുന്നത്. എന്നാൽ രോഗകാരികളായിട്ടുള്ള വൈറസ് വേറെ വേറെയാണ് കേട്ടോ. അത് കൃത്യമായി തന്നെ പഠിച്ചു വെക്കണം. അടുത്ത രോഗം എയ്ഡ്സ് ആണ്. എയ്ഡ്സ് രോഗത്തിന്റെ രോഗകാരിയാണ് HIV വൈറസ് ആണ് അല്ലെ. എന്താണ് എയ്ഡ്സ് രോഗത്തിന് HIV വൈറസ് ആണ് കാരണം എന്ന് പറയുന്നത്. ഇനി അത് എങ്ങനെയാണ് പകരുന്നത്? ലൈംഗിക ബന്ധത്തിലൂടെ HIV പകരുന്നുണ്ട്, രക്തത്തിലൂടെ HIV പകരുന്നു, അതുപോലെ തന്നെ ശരീര സ്രവങ്ങളിലൂടെയും പകരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയാണ് HIV രോഗം പകരുന്നത്? ലൈംഗിക ബന്ധത്തിലൂടെ, രക്തത്തിലൂടെ, ശരീര സ്രവങ്ങളിലൂടെയൊക്കെ എന്ത് പകരുന്നു? HIV രോഗം പകരുന്നു. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ഏത് രോഗമാണ് എന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അതിന്റെ രോഗകാരികളും പകരുന്ന രീതികളും കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. എയ്ഡ്സ് രോഗം. ഇനി നമുക്ക് എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് നോക്കാം. എയ്ഡ്സ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ്. എവിടെയാണ്? അമേരിക്കയിലാണ്. 1981 അമേരിക്കയിലാണ് ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത്. ഇനി HIV വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? വൈറസിനെ ആദ്യമായിട്ട് HIV വൈറസിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? ലൂക്ക് മൗണ്ടേഗ്നിയർ ആണ്. ആരാണ്? ലൂക്ക് മൗണ്ടേഗ്നിയർ ആണ് HIV വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത്. എപ്പോഴാണ്? 1983 എപ്പോഴാണ്? 1983. ഇനി HIV വൈറസിന്റെ ജനിതക ഘടകമാണ് RNA എന്ന് പറയുന്നത്. എന്താണ്? HIV വൈറസിന്റെ ജനിതക ഘടകം എന്താണ്? RNA ആണ്. ഈ RNA വൈറസുകൾ അറിയപ്പെടുന്നത്, അതായത് RNA ഉള്ള വൈറസുകൾ അറിയപ്പെടുന്നത് റിട്രോ വൈറസ് എന്നാണ്. RNA ഉള്ള വൈറസുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? റിട്രോ വൈറസ് എന്ന പേരിലാണ്. ഏത് പേരിലാണ്? റിട്രോ വൈറസ് ആണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് എപ്പോഴാണ്? 1986 ചെന്നൈയിൽ വെച്ചിട്ടാണ്. എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ്. എപ്പോഴാണ്? 1986. 1986. അടുത്തത് കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് 1987 പത്തനംതിട്ടയിലാണ്. എവിടെയാണ്? പത്തനംതിട്ടയാണ്. അപ്പോൾ ഇന്ത്യയിൽ 1986 ചെന്നൈയിലും കേരളത്തിൽ 1987 പത്തനംതിട്ടയിലുമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇനി എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ്? ഡിസംബർ 1 എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 1. ഏത് വർഷം മുതലാണ് ആചരിച്ചു തുടങ്ങിയത്? 1988 മുതലാണ്. അതും കൂടി പഠിച്ചു വെക്കണം. 1988 മുതലാണ് ഡിസംബർ 1 എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എയ്ഡ്സ് രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ്. വർഷം 1981. ഇനി എയ്ഡ്സിന് ആദ്യമായിട്ട് എയ്ഡ്സ് വൈറസ് ആദ്യമായിട്ട് കണ്ടെത്തിയത് ലൂക്ക് മൗണ്ടേഗ്നിയർ ആണ്. 1983 കണ്ടെത്തിയത്. HIV വൈറസിന്റെ ജനിതക ഘടകമാണ് RNA എന്ന് പറയുന്നത്. ഈ RNA ഉള്ള വൈറസുകൾ അറിയപ്പെടുന്നത് റിട്രോ വൈറസ് എന്നാണ്. എന്താണ്? റിട്രോ വൈറസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ്. 1986 റിപ്പോർട്ട് ചെയ്തത്. ഇനി കേരളത്തിൽ 1987 1987 പത്തനംതിട്ടയിലാണ്. എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. ഡിസംബർ 1 എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. എപ്പോൾ മുതലാണ് ആചരിച്ചു തുടങ്ങിയത്? 1988 മുതലാണ് ആചരിച്ചു തുടങ്ങിയത്. എയ്ഡ്സിന്റെ ചിഹ്നം എന്താണ്? ചുവന്ന റിബൺ ആണ്. എയ്ഡ്സ് രോഗത്തെ ഡിനോട്ട് ചെയ്യുന്ന ചിഹ്നം എന്താണ്? ചുവന്ന റിബൺ ആണ്. ഈ ഒരു റിബൺ രൂപകൽപ്പന ചെയ്തത് ആരാണ്? വിഷ്വൽ എയ്ഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? വിഷ്വൽ എയ്ഡ്സ് ആണ്. വിഷ്വൽ എയ്ഡ്സ് ആണ് എയ്ഡ്സിന്റെ ചിഹ്നമായിട്ടുള്ള ചുവന്ന റിബൺ രൂപകൽപ്പന ചെയ്തത്. എയ്ഡ്സിന്റെ രോഗനിർണയ പരിശോധനകളാണ് എലീസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട്, സദേൺ ബ്ലോട്ട്, നേവ, PCR, റാപ്പിഡ് ടെസ്റ്റ്. ഏതൊക്കെയാണ്? എലീസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട്, സദേൺ ബ്ലോട്ട്, നേവ, PCR, റാപ്പിഡ് ടെസ്റ്റ്. ഇതെല്ലാം ഓഡ് വൺ ഔട്ട് പോലെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലൊക്കെ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓരോ രോഗങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധനകൾ കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി എയ്ഡ്സുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആദ്യത്തെ ടെസ്റ്റ് ആണ് എലീസ ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? എലീസ ടെസ്റ്റ് ആണ് എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനുപയോഗിക്കുന്ന ജീവകം ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏതാണ്?
ജീവകം എച്ച് ആണ് അല്ലെ, ജീവകം എച്ച് ആണ്. അതായത് B7 അല്ലെ, വൈറ്റമിൻ B7 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജീവകം എച്ച് എന്ന് പറയുന്നത് വൈറ്റമിൻ B7 ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? എലീസ ടെസ്റ്റിന് ഉപയോഗിക്കുന്നത്. അടുത്തത് എയ്ഡ്സ് ബാധ സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? അത് വെസ്റ്റേൺ ബ്ലോട്ട് ആണ്. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് എലീസ ടെസ്റ്റ് ആണ്. ഇനി എയ്ഡ്സ് ബാധ സ്ഥിരീകരിക്കാൻ നടത്തുന്ന രണ്ടാമത്തെ ടെസ്റ്റ് ആണ് വെസ്റ്റേൺ ബ്ലോട്ട് എന്ന് പറയുന്നത്. ഏതാണ്? വെസ്റ്റേൺ ബ്ലോട്ട് ആണ്. എയ്ഡ്സ് ബാധിക്കുന്നത് എന്തിനെയാണ്? നമ്മുടെ ലിംഫോസൈറ്റിനെയാണ് അല്ലെ, ലിംഫോസൈറ്റിനെയാണ് എന്ത് ബാധിക്കുന്നത്? എയ്ഡ്സ് രോഗം ബാധിക്കുന്നത്. എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന ചികിത്സയാണ് ART. ഏതാണ്? ART. ഇനി എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന മരുന്ന് ഏതാണ്? ബ്യൂട്ടേൻ അസിഡോ തൈമിഡിൻ ആണ്. ഏതാണ്? ബ്യൂട്ടേൻ അസിഡോ തൈമിഡിൻ ആണ്. ഈ കറുത്ത മൾബറിയിൽ നിന്നാണ് ഈ ഒരു മരുന്ന് ഉണ്ടാക്കുന്നത്. എന്തിൽ നിന്നാണ്? കറുത്ത മൾബറിയിൽ നിന്നാണ് ഈ ഒരു മരുന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എയ്ഡ്സിന്റെ ചിഹ്നമാണ് ചുവന്ന റിബൺ എന്ന് പറയുന്നത്. ഇത് രൂപകൽപ്പന ചെയ്തത് ആരാണ്? വിഷ്വൽ എയ്ഡ്സ് ആണ്. അപ്പോൾ എയ്ഡ്സ് രോഗത്തിന്റെ ആ ഒരു ചിഹ്നം രൂപകൽപ്പന ചെയ്തത് വിഷ്വൽ എയ്ഡ്സ് ആണ്. ഇനി എയ്ഡ്സ് രോഗത്തിന്റെ രോഗനിർണയ പരിശോധനകളാണ് എലീസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട്, സദേൺ ബ്ലോട്ട്, നേവ, PCR, റാപ്പിഡ് ടെസ്റ്റ്. അതുപോലെ തന്നെ ആദ്യത്തെ ടെസ്റ്റ് ഏതാണ്? എലീസ ടെസ്റ്റ് ആണ്. ഇതിൽ നടത്തുന്ന ആദ്യത്തെ ടെസ്റ്റ് എലീസ ടെസ്റ്റ് ആണ്. അതിനുപയോഗിക്കുന്ന ജീവകമാണ് ജീവകം എച്ച് എന്ന് പറയുന്നത്. ഏതാണ്? ജീവകം എച്ച് ആണ്. അതുപോലെ തന്നെ സ്ഥിരീകരിക്കാൻ, എയ്ഡ്സ് ബാധ സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റ് ആണ് വെസ്റ്റേൺ ബ്ലോട്ട്. ഏതാണ്? വെസ്റ്റേൺ ബ്ലോട്ട് ആണ്. ഈ എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് നമ്മുടെ ലിംഫോസൈറ്റിനെയാണ്. ചികിത്സ ഏതാണ്? ART ചികിത്സയാണ്. ചികിത്സ ഏതാണ്? ART ആണ്. നൽകുന്ന മരുന്ന് ഏതാണ്? ബ്യൂട്ടേൻ അസിഡോ തൈമിഡിൻ ആണ്. ബ്യൂട്ടേൻ അസിഡോ തൈമിഡിൻ ആണ്. ഇത് ഉണ്ടാക്കുന്നത് എന്തിൽ നിന്നാണ്? കറുത്ത മൾബറിയിൽ നിന്നാണ് കേട്ടോ. കറുത്ത മൾബറിയിൽ നിന്നാണ് ഈ മരുന്ന് ഉണ്ടാക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കാം. ക്യാൻസർ. ഇനി നമുക്ക് ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ഫെബ്രുവരി 4-നാണ് ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത്. എപ്പോഴാണ് ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത്? ഫെബ്രുവരി 4-നാണ്. ഫെബ്രുവരി 4-നാണ്. ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗമാണ് ഹൃദയം. ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗം ഏതാണ്? ഹൃദയമാണ്. ക്യാൻസർ കണ്ടെത്തുവാനുള്ള ടെസ്റ്റ് ആണ് ബയോപ്സി എന്ന് പറയുന്നത്. ക്യാൻസർ കണ്ടെത്തുവാനുള്ള ടെസ്റ്റ് ഏതാണ്? ബയോപ്സി ആണ്. ക്യാൻസറിന് കാരണമാകുന്ന വസ്തു. ക്യാൻസറിന് കാരണമാകുന്ന വസ്തു ഏതാണ്? കാർസിനോജൻസ് ആണ്. ഏതാണ്? കാർസിനോജൻസ് എന്ന വസ്തുവാണ് ക്യാൻസറിന് കാരണമാകുന്നത്. ഇനി ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? ഓങ്കോ വൈറസ് ആണ്. എന്താണ്? ഓങ്കോ വൈറസ് ആണ്. അപ്പോൾ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ആണ് ഓങ്കോ വൈറസ് എന്ന് പറയുന്നത്. എങ്കിൽ ക്യാൻസറിന് കാരണമാകുന്ന ജീൻ ഏതാണ്? അത് ഓങ്കോ ജീനാണ്. ക്യാൻസറിന് കാരണമാകുന്ന ജീൻ ഏതാണ്? ഓങ്കോ ജീനാണ്. അപ്പോൾ ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ലോക ക്യാൻസർ ദിനം എപ്പോഴാണ്? ഫെബ്രുവരി 4-നാണ്. ഫെബ്രുവരി 4-നാണ്. ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗമാണ് ഹൃദയം എന്ന് പറയുന്നത്. ക്യാൻസർ കണ്ടെത്തുവാനുള്ള ടെസ്റ്റ് ആണ് ബയോപ്സി. ക്യാൻസർ കണ്ടെത്തുവാനുള്ള ടെസ്റ്റ് ഏതാണ്? ബയോപ്സി ആണ്. ക്യാൻസറിന് കാരണമാകുന്ന വസ്തുവാണ് കാർസിനോജൻസ്. ഇനി ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? ഓങ്കോ വൈറസ് ആണ്. ഏതാണ്? ഓങ്കോ വൈറസ് ആണ്. എങ്കിൽ ക്യാൻസറിന് കാരണമാകുന്ന ജീൻ ഏതാണ്? ഓങ്കോ ജീനാണ്. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ക്യാൻസറിന് കാരണമാകുന്ന വിഷവസ്തു ഏതാണ്? ഇതും ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ക്യാൻസറിന് കാരണമാകുന്ന വിഷവസ്തുവാണ് ഡയോക്സിൻ. ഏതാണ്? ഡയോക്സിൻ ആണ്. കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഡയോക്സിൻ. അപ്പോൾ ക്യാൻസറിന് കാരണമാകുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നും പുറത്തു വരുന്ന വിഷവസ്തുവാണ് ഡയോക്സിൻ എന്ന് പറയുന്നത്. സ്തനാർബുദം കണ്ടെത്തുവാനുള്ള ടെസ്റ്റ് ഏതാണ്? മാമോഗ്രഫിയാണ്. എന്താണ്? മാമോഗ്രഫിയാണ്. എങ്കിൽ ഗർഭാശയ ക്യാൻസർ കണ്ടെത്താനുള്ള ടെസ്റ്റ് ഏതാണ്? ഗർഭാശയ ക്യാൻസർ കണ്ടെത്താനുള്ള ടെസ്റ്റ് ആണ് പാപ്സ്മിയർ എന്ന് പറയുന്നത്. എന്താണ്? പാപ്സ്മിയർ ആണ്. അപ്പോൾ സ്തനാർബുദം കണ്ടെത്താനുള്ള ടെസ്റ്റ് മാമോഗ്രഫിയും
ഗർഭാശയ ക്യാൻസർ കണ്ടെത്താനുള്ള ടെസ്റ്റാണ് പാപ് സ്മിയർ എന്ന് പറയുന്നത്. ഇനി ക്യാൻസർ രോഗം ആദ്യമായി കണ്ടെത്തിയ വ്യക്തിയാണ് റോബർട്ട് വെയിൻബെർഗ് എന്ന് പറയുന്നത്. ആരാണ് ക്യാൻസർ രോഗം ആദ്യമായിട്ട് കണ്ടെത്തിയത്? റോബർട്ട് വെയിൻബെർഗ് ആണ്. നമ്മുടെ എയ്ഡ്സ് രോഗം ആരാണ് കണ്ടെത്തിയത്? ലൂക്ക് മോണ്ടെഗ്നിയർ ആണ് അല്ലെ. എയ്ഡ്സ് രോഗത്തിന് കാരണമായിട്ടുള്ള വൈറസ് കണ്ടെത്തിയത് ലൂക്ക് മോണ്ടെഗ്നിയർ ആണ്. അതുപോലെ തന്നെ ക്യാൻസർ രോഗം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് വെയിൻബെർഗ് ആണ്. അപ്പോൾ പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ക്യാൻസറിന് കാരണമാകുന്ന വിഷവസ്തുവാണ് ഡയോക്സിൻ എന്ന് പറയുന്നത്. സ്തനാർബുദം കണ്ടെത്താനുള്ള ടെസ്റ്റാണ് മാമോഗ്രഫി. ഗർഭാശയ ക്യാൻസർ കണ്ടെത്താനുള്ള ടെസ്റ്റാണ് പാപ് സ്മിയർ. മാറിപ്പോവരുത് കേട്ടോ. സ്തനാർബുദം മാമോഗ്രഫിയും ഗർഭാശയ ക്യാൻസർ പാപ് സ്മിയറുമാണ്. ഈ ക്യാൻസർ രോഗം ആദ്യമായിട്ട് കണ്ടെത്തിയ വ്യക്തിയാണ് റോബർട്ട് വെയിൻബെർഗ്. ആരാണ്? റോബർട്ട് വെയിൻബെർഗ്.